ഇത് നമുക്ക് ഡീസലാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. നമുക്കൊരു 7 സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് മാരുതി സുസുക്കി എർട്ടിഗ 7 സീറ്റർ. പിന്നെ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. ഇത് നമുക്ക് 2 ഇയർ വാറന്റിയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അതും എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസർ. ഇത് വന്നിട്ട് 30,600 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 30,600 കിലോമീറ്റർ. നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. 2,48,000 വിത്ത് 1 ഇയർ വാറന്റി. നമുക്കൊരു നോർമൽ 50,000 ഒക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ബാലൻസ് അപ്പോൾ ഒരു 50,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 2022 മോഡലാണ്. ഇസ്റെക്സ് വേരിയന്റ്. 27,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 23 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 7,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പൊ നമുക്ക് ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം, തീരെ ഓടിയിട്ടില്ല. ഈ ഒരു 7,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടയർ കാര്യങ്ങള്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർ. VXI ഓട്ടോമാറ്റിക് ആണ്. 2023 ഡിസംബർ വെഹിക്കിൾ ആണ്. ഡിയർ ഫ്രണ്ട്സ്, ഓണം സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കിടിലൻ കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് കാർ ആൻഡ് ബൈക്ക് കൊട്ടാരക്കരയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടിപൊളി അഷ്യൂർഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ വരുന്നുണ്ട്. ഈ 16 മുതൽ നമ്മുടെ ഒരു ഓണം സെലിബ്രേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ലക്കി ഡ്രോയിലൂടെ നമുക്ക് സ്മാർട്ട് ഫോൺസ്, അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് ബൈക്സ്, അങ്ങനെ നിരവധി സമ്മാനങ്ങൾ, അഷ്യൂർഡ് ആയിട്ടുള്ള നിരവധി ഗിഫ്റ്റുകൾ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഏത് വാഹനങ്ങളും കൊണ്ടുപോകാം. ഈ ചെറിയ ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുവാഹനങ്ങൾ അഷ്യൂർഡ് ആയിട്ട് നിങ്ങൾക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഏത് ലെവലിലുള്ള വാഹനങ്ങൾ, സാധാരണക്കാരുള്ള വാഹനങ്ങളാവട്ടെ, മൈലേജ്, SUV, ഏത് ടൈപ്പ് വാഹനങ്ങളാണെങ്കിലും നമുക്ക് വിത്ത് വാറണ്ടിയിൽ 2 ഇയർ വാറണ്ടിയിലാണ് നമുക്ക് വാഹനങ്ങൾ മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് എന്നുള്ളത് ലിൻസിയാണ്. ലിൻസി, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു കറക്റ്റ് കൊട്ടാരക്കര കാർ ആൻഡ് ബൈക്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ്? ഇത് കൊട്ടാരക്കര ടൗണിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് ലോവർ കരിക്കം. ട്രിവാൻഡ്രം റൂട്ടിലാണ് വരുന്നത്. ട്രിവാൻഡ്രം റൂട്ടിൽ ഒരു MC റോഡിലാണ് കറക്റ്റ് ഒരു 1.5 കിലോമീറ്റർ മാറുമ്പോഴത്തേനും നമ്മുടെ ഷോറൂമാണ്. നമുക്ക് മാക്സിമം നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ വാഹനങ്ങൾ. തീർച്ചയായിട്ടും നമുക്കൊരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിനകത്തുള്ള വണ്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും 0 ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. അതിൽ കൂടുതൽ വണ്ടികൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കസ്റ്റമറുടെ പ്രൊഫൈലോട് ബെറ്റർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ മിക്ക വാഹനങ്ങൾ ഇറക്കാം. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു അർബൻ ക്രൂയിസർ അല്ലേ, ഒരു SUV ആണെന്ന് കൂടുതൽ ആളുകൾ നോക്കുന്നത്. ടൊയോട്ട അർബൻ ക്രൂയിസർ. അതിന് നമുക്ക് പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട്, കമ്പനി അലോയ്സ്, അപ് ടു ഒരു 90% ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. കമ്പനി അലോയ്സ്, അതേപോലെ തന്നെ ഫോർഡോ പവർ വിൻഡോ, റിയറിൽ വൈപ്പർ, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് മോൾഡ്, കൺട്രോൾസ്, എയർ ബാഗ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം. ഇത് നമുക്ക് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോൾ ആണ് വരുന്നത്. ഏകദേശം എത്ര മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം? ഏകദേശം ഒരു 18 മുതൽ 20 വരെ, അത്രയാണ് നമുക്ക് കമ്പനി പറയുന്നത്. പിന്നെ നമുക്ക് എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന് 11,25,000 ആണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ റേറ്റ് ജെന്യുവൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഫുൾ ഓൺ തന്നെ ചേഞ്ച് ചെയ്യാം. തീർച്ചയായിട്ടും. കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുള്ളത്? ഇത് വന്നിട്ട് 30,600 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 30,600 കിലോമീറ്റർ. നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. സെലേറിയോ അല്ല, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2022 മോഡലാണ്. ഇസ്റെക്സ് വേരിയന്റ്. 27,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. മാനുവൽ അല്ല വരുന്നത്? മാനുവൽ ആണ് വരുന്നത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളിത് വാറന്റിയിലാണ് കൊടുക്കുന്നത്. 2 ഇയർ വാറന്റി ഇതിന് അവൈലബിൾ ആണ്. 2 വർഷം വാറന്റി. നമുക്കൊരു ഫ്രഷ് കാർ എടുക്കുന്ന പോലെ തന്നെ ഈ ഒരു കാർ നമുക്ക് ടെൻഷൻ കൂടാതെ 2 ഇയർ വാറന്റി നമുക്ക് ഈ ഒരു വാഹനം എടുക്കാം. അതും ഇതിന്റെ ഏറ്റവും high-end വേരിയന്റ് അല്ലേ? അതെ. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓണർഷിപ്പ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ റേറ്റ് 5,95,000 ആണ്. വിത്ത് വാറന്റിയിലെ റേറ്റ് ആണ്. ഇത് നമുക്ക് ഓണം അനുബന്ധിച്ചിട്ട് നമുക്കൊരു ഓഫർ പ്രൈസിലേക്ക് വരുന്നുണ്ട്. റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതൊന്നും ഒരു ഫൈനൽ റേറ്റ് അല്ല, നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. തീർച്ചയായിട്ടും. അടുത്താണ് ന്യൂ മോഡൽ ഓൾട്ടോ കേട്ടൺ വരുന്നുണ്ട്. അതും നല്ല അടിപൊളി കളറാണ്, റെഡ് ആണ് വരുന്നത്. KL 57 കൊയിലാൻ കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2023 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 7,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പൊ നമുക്ക് ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം, തീരെ ഓടിയിട്ടില്ല. ഈ ഒരു 7,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടയർ കാര്യങ്ങള്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? സിംഗിൾ ഓൺഷിപ്പ്. അതെ അതെ. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് റേറ്റ് വന്നിട്ട് 4,95,000 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് 7 ഇയർ വരെ നമുക്ക് ഫിനാൻസ് കിട്ടുന്ന വാഹനമാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു EMI നമുക്ക് വാഹനം എടുക്കാം. 7 ഇയർ വരെ നമുക്കിപ്പോ ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ തന്നെ എടുക്കും ചെയ്യാം. ഇവിടെ 7,000 കിലോമീറ്റർ ചെറിയൊരു EMI നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനം.
നമുക്ക് 0 ഡൗൺ പേയ്മെന്റ്. തീർച്ചയായിട്ടും. അടുത്താണ് റെനോ കിഡ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വന്നിട്ട് 2019 റിനോൾട്ട് കിഡ് RXL വേരിയന്റ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല. കിലോമീറ്റർ പറഞ്ഞത് 23,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 23,000 കിലോമീറ്റർ. പിന്നെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പെട്രോൾ ആണ്. ഇത് എഞ്ചിൻ 800 ആണോ 1 ലിറ്റർ ആണോ വരുന്നത്? ഇത് വന്നിട്ട് 800 cc വെഹിക്കിൾ ആണ്. 800 cc. സോ നല്ല മൈലേജ് ഉണ്ടാവും. അതെ, ഏകദേശം ഒരു 20 എബോ കിട്ടുന്ന കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട്. ഓക്കെ. പിന്നെ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ? ഇത് നമുക്ക് 2 ഇയർ വാറന്റിയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അതും എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസർ, റിപ്പയർമെന്റ് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് വാറന്റി. അപ്പൊ അത്രയും നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അതും വിത്ത് വാറന്റിയിലാണ് വരുന്നത്. എത്ര ചോദിക്കുന്ന പ്രൈസ്? ഇത് റേറ്റ് വന്നിട്ട് 3,28,000 വിത്ത് 2 ഇയർ വാറന്റി. 2 വർഷം വാറന്റിയിൽ 3,28,000. അടുത്താണ് നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ട് അതേപോലെ തന്നെ നമുക്ക് ഫാമിലി യൂസിന് ഒരുപോലെ പറ്റുന്ന ഒരു വാഹനമാണ് ഒമ്നി. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് 2015 ഒമ്നിയാണ്. 35,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏകദേശം ഒരു 2,60,5,000 ആ റേഞ്ചിലേക്കായിരിക്കും പ്രൈസ് വരുന്നത്. അപ്പൊ വണ്ടി സ്റ്റോക്കിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അതെ. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇതൊരു ഫൈനൽ റേറ്റ് അല്ല. സോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്താ വെച്ചാൽ പുതിയൊരു വാഹനം ആയതുകൊണ്ട് നമുക്ക് അതിന്റെ റേറ്റ് കൃത്യമായിട്ട് വന്നിട്ടില്ല. നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ അല്ലെ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് 5 വർഷം വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. 5 വർഷം വരെ നമുക്ക് ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഒരു SUV നോക്കുമ്പോൾ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് വരെ കിട്ടുന്ന ഒരു വാഹനമാണ് ടാറ്റ നെക്സോൺ. അതും ഡോൾ ടൂൺ ആണ് വരുന്നത്. നമുക്ക് ഇന്റീരിയറൊക്കെ നല്ല കിട്ടുന്ന സ്പേഷ്യസ് ആണ്. റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹർമന്റെ മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ലൊരു സേഫ്റ്റിയിൽ പക്കായിട്ടുള്ള ഒരു SUV ആണ് നെക്സോൺ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് 2018 മോഡലാണ്, XZ വേരിയന്റ്. 47,600 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 2 ഇയർ വാറന്റി അവൈലബിൾ ആണ്. 2 വർഷം വാറന്റി അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് വന്നിട്ട് 6,95,000 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു നോർമൽ 50,000 ഒക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ബാലൻസ്. അപ്പൊ ഒരു 50,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഒരു കിഡ് നമുക്ക് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇതേതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് വന്നിട്ട് 2019 കിഡ് RXT ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് വരുന്നത്. 12,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ചെറിയ കിലോമീറ്റർ ആണ്. പിന്നെ നമുക്ക് ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആണ്. ചെറിയ നോബാണ് കൺട്രോളിങ്സിന് ഗിയറിംഗ്സിനൊക്കെ വരുന്നത്. അപ്പൊ ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം. പുതിയ സ്റ്റോക്ക് ആണ്. നമുക്ക് പ്രൈസ് ആയിട്ടില്ല അല്ലെ? അപ്പൊ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് 12,000 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഇതിന്റെ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഡാറ്റ്സൺ റെഡി ഗോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് വന്നിട്ട് 2017 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. 82,000 ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ള വാഹനം അല്ല. ഒന്നുമില്ല. നമുക്ക് 1 ഇയർ വാറന്റി അവൈലബിൾ ആണ്. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? 2,48,000 വിത്ത് 1 ഇയർ വാറന്റി. വിത്ത് 1 ഇയർ വാറന്റി 2,48,000. അത് നമുക്ക് ഫുൾ ഓൺ അവൈലബിൾ. തീർച്ചയായിട്ടും. നമുക്ക് വീണ്ടും ഒരു ഓൾട്ടോ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് വന്നിട്ട് 2022 മോഡൽ ആൾട്ടോ 800 LXI ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 30,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ലോ കിലോമീറ്റർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. എത്ര ചോദിക്കുന്നതിന്? ഇത് വന്നിട്ട് പുതിയ വണ്ടിയാണ്. ഇതിന് റേറ്റ് വന്നിട്ടില്ല. ഈ നമുക്ക് കാണുന്ന നമ്പറിൽ വിളിക്കുമ്പോഴത്തേന് നമുക്കത് റേറ്റ് ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് തവണ ന്യൂ മോഡൽ വാഗ്നർ. അത് കോഫി ബ്രൗൺ ആണ് വരുന്നത്. KL16. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് വന്നിട്ട് 2021 1200 cc വരുന്ന വാഗണർ VX XRXI ആണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. നമ്മൾ സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിന് കാര്യങ്ങൾ, ആ ഒരു മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ സൈഡ് നമുക്ക് നല്ല സ്പേഷ്യസ് ആണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, പാർസൽ ട്രേ ചെയ്തിട്ടുണ്ട്. അതേപോലെ പീസ് മാറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കമ്പനി ഇൻബിൽറ്റ് സ്റ്റിയറിംഗിൽ വോളിയം, കോൾ കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? 21,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എത്രയാണ് ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 6,28,000 ആണ് റേറ്റ് വരുന്നത് വിത്ത് 2 ഇയർ വാറന്റി. 2 വർഷം വാറന്റിയിലുള്ള പ്രൈസ് ആണ്. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? 50,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ പിന്നെ കസ്റ്റമറുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്ത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. നമുക്ക് വീണ്ടും ഒരു ചെറുവാനം ഇയോൺ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് വന്നിട്ട് 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 72,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എറ വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, പിന്നെ അതേപോലെ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്.
ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വന്നിട്ട് 2,98,800 വിത്ത് 2 ഇയർ വാറന്റി. ഇത് പെട്രോൾ ആണ് വരുന്നത്. ഏകദേശം ഒരു 15-17 ഇടയിലുള്ള ഒരു മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് അല്ലേ? ഇത് നമുക്ക് ഏകദേശം 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇത് നമുക്ക് റെനോ കിഡിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ക്ലൈംബർ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2020 മോഡലാണ്. RX കിഡ് ക്ലൈംബർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 24,700 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. ടച്ച് സ്ക്രീന് കാര്യങ്ങൾ, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, അതേപോലെ ഓട്ടോമാറ്റിക് കൂടിയാണ് വാഹനം വരുന്നത്. അതേപോലെ കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്. റൂഫ് റെയില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 90% ടയർ കാര്യങ്ങൾ. ഇത് ഓൺഷിപ്പ് സിംഗിൾ അല്ല? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 24,700. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെയുള്ള ചോദിക്കുന്നത്. ഇത് വന്നിട്ട് 4,68,000 വിത്ത് 2 ഇയർ വാറന്റി. ഏകദേശം നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? നോർമലി 30,000 പ്ലസ് 30 ഇറക്കാൻ പറ്റും. വീണ്ടും ഒരു റെനോ കിഡ് വരുന്നുണ്ട്. ഇത് പ്രൈസ് എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് വരുമ്പോൾ 3,68,000. 2018 വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വാഹനം ഇറക്കാൻ പറ്റും? 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. എങ്കിൽ കൂടി 30,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇറക്കാൻ പറ്റൂല. ഇത് നമുക്ക് 2 വാഗണർ കൂടി വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2017 VXI ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 79,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും വരുന്നില്ല? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. റീപെയിന്റും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ടച്ചപ്പ് കയറാത്തൊരു വാഹനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, AC പോസ്റ്ററിംഗ്, ഫോർഡോ പവർ വിൻഡോ, അതേപോലെ റിയർ വൈപ്പർ കാര്യങ്ങൾ, സ്പോയിലർ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അഡീഷണൽ ചെയ്തിട്ടുണ്ട്. റിയറിൽ നമുക്ക് ടയർ കുറച്ച് കുറവാണ്. ഫ്രണ്ടിൽ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 79,000. നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇത് വരുമ്പം 4,28,000 ആണ് റേറ്റ് വരുന്നത്. വിത്ത് 1 ഇയർ വാറന്റി. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഞാൻ പറഞ്ഞതുപോലെ 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. എങ്കിലും അവരുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ച് ബാലൻസ് ചെയ്യാം. അതിന്റെ ഒരു വൈറ്റ് കളർ വരുന്നുണ്ട്. ഇതും ഫുൾ ഓൺ തന്നെയാണ് വരുന്നത്. AC പോസ്റ്ററിംഗ്, ഫോർഡോ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2018 സിംഗിൾ ഓണർ VXI ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ കാര്യങ്ങൾ 74,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും വരുന്നില്ല? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. എത്ര ചോദിക്കുന്നത്? ആക്ച്വലി ഇതിന്റെ റേറ്റും ആയിട്ടുള്ള പുതിയ സ്റ്റോക്ക് ആണ്. അപ്പൊ നമ്മൾ ഒരു വാഗണർ ഓട്ടോമാറ്റിക് നോക്കുന്നതിന് ജസ്റ്റ് കോൾ ചെയ്യാം. അപ്പോൾ നാളെ തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്തേക്ക് നമുക്ക് പ്രൈസ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ടാവും. ഇതെല്ലാം 2 കിട്ടുന്ന SUV-കളാണ്. റെനോ കൈഗർ, ഒന്ന് സിൽവർ വരുന്നുണ്ട്, അതേപോലെ ഒരു കോഫി വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2022 മോഡൽ കൈഗർ RXT ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിട്ടുന്ന SUV ആണ്. അതേപോലെ സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, റിയറിൽ AC വെന്റ് കാര്യങ്ങൾ, റൂഫ് റെയിൽ, റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? 26,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓൺ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നും സംഭവിച്ചിട്ടില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 2 ഇയർ വാറന്റിയിൽ 6,95,000. അതായത് നമുക്ക് ഒരു ഹാച്ച് ബാക്കിന്റെ പ്രൈസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സബോമീറ്റർ SUV. അത് നമുക്ക് നല്ല ലക്ഷങ്ങൾ വിലക്കുറവിൽ കൊണ്ടുപോകാം അല്ലെ? ഫുൾ ഓൺ ചെയ്യാലോ അല്ലെ? തീർച്ചയായിട്ടും. അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 തന്നെ RXZ ആണ്. ടർബോ എഞ്ചിൻ ആണ്. ടർബോ ഒന്നുകൂടി പവർഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് മൈലേജും കിട്ടും. ഇതും ഫുൾ ഓൺ തന്നെയാണ് വരുന്നത്. അതെ, തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു മോഡല്? ഇത് വന്നിട്ട് 2022 കൈഗർ RXZ ആണ്. സിംഗിൾ ഓണർ ആണ്. 23,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? ഇതിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, പക്ഷെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്ര ചോദിക്കുന്നത് ഇതിന്? ആക്ച്വലി ഇതിനും പുതിയ സ്റ്റോക്ക്, ഇന്നലെ വന്ന പുതിയ സ്റ്റോക്ക് ആണ്. പ്രൈസ് നമ്മൾ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. തീർച്ചയായിട്ടും. വീണ്ടും നമുക്കൊരു കിഡ് വരുന്നുണ്ട്. കിഡിന്റെ ഒക്കെ അത്യാവശ്യം നല്ല ഇത് വരുന്നുണ്ട്. ഇത് നമുക്കൊരു എലൈറ്റ് i20. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ ആണ്. ഒരു 15 മുതൽ 17 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു മോഡല്? 2016 സ്പോർട്സ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. 62,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും വരുന്നില്ലല്ലോ? ഇല്ല, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്പേസസ് ആണ്. നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡലാണ് വരുന്നത്. ഇതിൽ നമുക്ക് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കോൾ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഹാൻഡ് റെസ്റ്റ്,
ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു അപ് ടു 90% ടയർ കാര്യങ്ങളെല്ലാം. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? ഇത് വരുമ്പോൾ 495 ആസ്കിംഗ് പ്രൈസ്, 4,95,000. ഏത് സമയത്ത് ഇത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി ഇറങ്ങും? ഒരു 50,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാം. പിന്നെ പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 0 ഇറക്കി ഇറക്കാൻ പറ്റും. ഇതാണ് വീണ്ടും അതിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ i20 വരുന്നുണ്ട്. കൊമേഴ്ഷ്യലി അതേപോലെ തന്നെ നമുക്ക് ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈക്കോ. ഇത് AC വരുന്ന വാഹനമാണോ? അതെ, 5 സീറ്റർ AC. 5 സീറ്റർ AC ആണ്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2018 മോഡൽ, സെക്കൻഡ് ഓണർ, 50,000 കിലോമീറ്റർ. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയായിരുന്നു? ഇത് വരുമ്പോൾ ഏകദേശം ഒരു 395 ആ റേഞ്ചിലേക്കായിരിക്കാം റേറ്റ് വരിക. ഓക്കെ. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഡൗൺ പേയ്മെന്റ് 30+ ഡൗൺ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ന്യൂ മോഡൽ സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2023 ഡിസംബർ വെഹിക്കിൾ ആണ്. VXI ഓട്ടോമാറ്റിക്, 2610 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ, ലോ കിലോമീറ്റർ ആണ്. നമുക്ക് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2600 സംതിങ് കിലോമീറ്റർ. അപ്പൊ നമുക്ക് ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം, ഈ 2000 സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം. സിംഗിൾ ഓണർ അല്ലേ വരുന്നത്? ആക്സിഡന്റ് ക്ലെയിം ഒന്നും പറയാനില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന വാഹനം. 84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എത്രയായിരുന്നു ചോദ്യം? ഇത് വന്നിട്ട് 8,48,000 ആണ് റേഞ്ച് വരുന്നത്. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ടാറ്റ ടിയാഗോ, അത് CNG ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അല്ലേ? അതെ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2022 മോഡലാണ്, സിംഗിൾ ഓണർ ആണ്, XZ പ്ലസ് വേരിയന്റ് ആണ്, CNG പ്ലസ് പെട്രോൾ ആണ്. 30,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നമുക്ക് CNG ചെയ്യണതിന് ഏകദേശം നമ്മൾ പുതിയ വാഹനത്തിന് ഏകദേശം 1,00,000 ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഫ്യൂവൽ ഒരു 10% കൂടി നമുക്ക് അധികമായിട്ട് കിട്ടൂല. നിലവിൽ ഇതിനൊരു 21-22 ഒക്കെ എന്തായാലും CNG നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. കമ്പനി പറയുന്നത് 26 കിലോമീറ്റർ വരെയാണ്. ഓക്കെ. എന്തായാലും ഒരു 22-23 എന്തായാലും കിട്ടും. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്, 30,000 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? ഇത് വന്നിട്ട് 6,45 ആണ് പ്രൈസ് വരുന്നത്. ഓക്കെ. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഒരു 30,000 to 50,000 വരെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. നമുക്കൊരു 7 സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് മാരുതി സുസുക്കി എർട്ടിഗ 7 സീറ്റർ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2021 മോഡലാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? 55,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ. പെട്രോൾ ഹൈബ്രിഡ് ആണ്. നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും. 7 സീറ്റർ ആണ്, ലോ മെയിൻ്റനൻസ് ആണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു വരുന്നത്? ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ ആണ്. സെൻട്രൽ AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഒന്നുമില്ല. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? ഇതും പുതിയ വെഹിക്കിൾ ആണ്, റേറ്റ് ആയിട്ടില്ല. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതേപോലെ നമുക്ക് തവണ ഇന്നോവ വരുന്നുണ്ട്, വീണ്ടും ഒരു നെക്സോൺ വരുന്നുണ്ട്. നെക്സോൺ ഡീസൽ ആണ്. ഇത് നമുക്ക് ഡീസലാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. 35 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. നല്ല മൈലേജ്, അതേപോലെ സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു വാഹനം. മോഡൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് വന്നിട്ട് 2022 മോഡലാണ്, 30,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ലോ കിലോമീറ്റർ ഓടിയ ഡീസൽ വെഹിക്കിൾ വിത്ത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇതുവരെ സംഭവിച്ചിട്ടില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇതും പുതിയ വെഹിക്കിൾ ആണ്. അപ്പൊ ഓണം സംബന്ധിച്ചിട്ട് നമുക്ക് കുറെ സ്റ്റോക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ. സോ നമുക്ക് നല്ല ട്രാക്കുള്ളവർക്ക് 0 ഡൗൺ പേയ്മെന്റ് വാഹനം ഇറക്കാം. പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിന്നുണ്ടായിരുന്നത് കാർ ആൻഡ് ബൈക്ക് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിൽ നിന്നും ട്രിവാൻഡ്രം റൂട്ടിൽ ലോവർ കരിക്കുലത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ലിൻസി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഓണം പ്രമാണിച്ച് അടിപൊളി ഓഫേഴ്സ് ആണ്. വിത്ത് 2 ഇയർ വാറണ്ടിയിലാണ്. നമുക്കൊരു യൂസർ കാർ തന്നെ ഫ്രഷ് കാർ എടുക്കുന്ന പോലെ നമുക്ക് വാറണ്ടിയിൽ കൊണ്ടുപോകാം. അതേപോലെ തന്നെ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങൾ, 0 ഡൗൺ പേയ്മെന്റ് പ്ലസ് നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നിരവധി ഓഫേഴ്സ് ആണ്. ഈ ഇലക്ട്രിക് ബൈക്ക്, സ്മാർട്ട് ഫോൺസ്, അതേപോലെ തന്നെ ബാഗ്സ്, നിരവധി അഷ്യൂർഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളും ഈ ഒരു ഓണം സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് മഹീന്ദ്ര നൽകുന്നുണ്ട്. ഇവിടെ തന്നെ ഈ ഒരു 16 മുതലാണ് നമുക്ക് ഇവിടെ ഓണത്തിന്റെ ഫെസ്റ്റ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങളൊരു കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം വിലക്കുറവിൽ, അത് നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷനൊന്നും കൂടാതെ വാറണ്ടിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമീപിക്കാവുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് കൊട്ടാരക്കര കാർ ആൻഡ് ബൈക്ക്. സോ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ലിൻസി സൈനിങ് ഓഫ്.